അൽ ബംഫസജത്തു തമൂഹു, കൊതിയനായ ബംഫസജത്ത്. ബംഫസജത്ത് എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് കളറുള്ള ചെറിയ ഒരു ചെടിയായിരിക്കും. ഖലീൽ ജിബ്രാൻ എഴുതിയ ഒരു കഥയാണിത്. കാനത്ത് ഫി ഹദിയഖത്തിൻ മുൻഫരിദത്തിൻ ബംഫസജത്തുൻ ജമീലത്തു സനായ. കാനത്ത് ഫി ഹദിയഖത്തിൻ മുൻഫരിദത്തിൻ, ഒരു ഒറ്റപ്പെട്ട തോട്ടത്തിൽ ഗാർഡനിലുണ്ടായിരുന്നു ബംഫസജത്തുൻ, ഒരു വയലറ്റ് കളറുള്ള ചെറിയ ചെടി ഉണ്ടായിരുന്നു. ജമീലത്ത് സനായ, അതിൻ്റെ ഇതളുകൾ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണത്. തൊയ്യബത്തുൽ ഉർഫ്, നല്ല കാണാൻ നല്ല ചന്തമുള്ള ചെടിയാണത്. തായിഷു, ആ ചെടി ജീവിക്കുന്നു. മുക്തനിയത്തൻ, സംതൃപ്തവാനായിട്ട്. ബൈനത്തറാബിഹ, സന്തോഷങ്ങൾക്കിടയിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നർത്ഥം. വത്തമായലു ഫരിഹത്തൻ, അത് സന്തോഷം കൊണ്ട് ഊഞ്ഞാലാടുകയാണ്. ബൈന കാമാത്തിൽ ഐഷാബി, മരച്ചില്ലകൾക്കിടയിൽ, മരങ്ങൾക്കിടയിൽ അത് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്നർത്ഥം. ഫഫി സ്വബാഹിൻ, അങ്ങനെ ഒരു ദിവസം രാവിലെ. വക്കത് തക്കല്ലലത്ത് ബി ഖത്തറിൻ നദ, ഒരു മയത്തുള്ളി കൊണ്ട് അത് കിരീടമണഞ്ഞു, അഥവാ അതിൻ്റെ മുകളിലേക്ക് ഒരു മയത്തുള്ളി ഇറ്റി. ആ സമയത്ത് റഫഅത്ത് റഅസഹ, ആ ബംഫസജത്ത് അതിൻ്റെ തല ഉയർത്തി. വനളറത്ത് ഹവാലൈഹ, ചുറ്റുഭാഗത്തും ഒന്ന് കണ്ണോടിച്ചു. ഫറഅത്ത്, ആ സമയത്ത് ആ ബംഫസജത്ത് കണ്ടു. വർദ്ധത്തൻ, ഒരു റോസാപ്പൂ ചെടി. തത്തതാവലു നഹവൽ അലായി, അത് മുകളിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. കാമത്തി ഹൈഫ, നല്ല നീണ്ടു നിൽക്കുന്ന ഉയരത്തോടു കൂടിയ നല്ല നീളമുള്ള ചെടി എന്നർത്ഥം. ഹൈഫ എന്ന് പറഞ്ഞാൽ തൊവീലത്ത് എന്നാണ് അർത്ഥം, അഥവാ നല്ല നീണ്ട് നല്ല ഉയരമുള്ള ഒരു ചെടിയാണത് എന്നർത്ഥം. വറഅസ, അതിൻ്റെ തലയെ അത് യത്തസാമ, അത് ഉയർത്തുന്നു. മുത്തശാമിഹൻ, മുത്തശാമിഹൻ എന്നാൽ മുർത്തഫിയൻ, അത് അതിൻ്റെ തലയെ ഒന്ന് ഉയർത്തിപ്പിടിക്കുന്നു. ഏതുപോലെ അന്നഹു ഷോയിലത്തും മിനന്നാരി. ഷോയിലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ടോർച്ച് പോലെയുണ്ട്. മിനന്നാരി, ഒരു പ്രകാശത്താൽ തീയിനാലുള്ളൊരു ടോർച്ച് പോലെ. എവിടെ? ഫൗക മസ്റജത്തി മിന സുമുറുദ്, ഒരു വിളക്കിൻ്റെ മുകളിലുള്ള. മിന സുമുറുദ് എന്ന് പറഞ്ഞാൽ, സുമുറുദ് പറഞ്ഞാൽ എമറാൾഡ് എന്നാണ്, ഈ മരതകം എന്നൊക്കെ പറയില്ല, മരതകത്തിനാലുള്ള ഒരു വിളക്കിൻ്റെ മുകളിൽ ഉള്ള ഒരു പ്രകാശത്തെ പോലെ, അഥവാ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള എന്നൊക്കെ അർത്ഥം. ആ നിലക്കാണ് ആ റോസാപ്പൂവിനെ ഈ ബംഫസജത്ത് കാണുന്നത് എന്നർത്ഥം. അങ്ങനെ ഫത്തഹത്തുൽ ബംഫസജത്ത്, ബംഫസജത്ത് ഉയർത്തി, തുറന്നു. സാറഹ അൽ അസ്റക്ക, അതിൻ്റെ ആ വയലറ്റ് കളറുള്ള അതിൻ്റെ ചുണ്ട് തുറന്നു, അഥവാ അതെന്താ സംസാരിക്കാൻ തുടങ്ങി എന്നർത്ഥം. വക്കാലത്ത് മുത്തഹന്നിദത്തൻ, വളരെ സങ്കടത്തോടു കൂടി ആ ബംഫസജത്ത് പറയാണ്. മാ കല്ല ഹല്ലി മിനർ റയ്യാഹീൻ. റയ്യാഹീൻ എന്ന് പറഞ്ഞാൽ ഈ സുഗന്ധം വീശുന്ന ചെടികൾക്കാണ് നബാത്താത്തുൻ അത്തരിയ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ റയ്യാഹീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യം കുറഞ്ഞ ഒരുത്തൻ ഞാനാണല്ലോ, എന്തൊരു ഭാഗ്യം കുറഞ്ഞ വ്യക്തിയാണ് ഞാൻ. വമാഉല മക്കാമി ബൈനൽ അസ്ഹാർ, പുഷ്പങ്ങൾക്കിടയിൽ എന്തൊരു താഴ്ന്ന സ്ഥാനത്തുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ലഖദ് ഇബ്തദാത്തിനി അത്വബിയത്തു, എന്നെ പ്രകൃതി അകറ്റിയിരിക്കുന്നു. സ്വൈറത്തൻ, ചെറിയവനായിട്ട്. അക്കീറത്തൻ, നിന്ദ്യനായിട്ട് എന്നെ അകറ്റിയിരിക്കുന്നു. ആയിഷ്, ഞാൻ ജീവിക്കുന്നു. മുൽത്തസിക്കത്തമ്പി അദീമില്ലർ, ഭൂമിയുടെ ഉപരിതലത്തോട് ഒട്ടിയവനായിട്ട്, ഒരു സ്ഥാനമില്ലാത്ത വളരെ തരം താഴ്ന്ന ഒരു ചെടിയായി ഞാൻ ജീവിക്കുന്നു. വല അസ്തത്യു, എനിക്ക് സാധിക്കുന്നില്ല. നർഫ കാമത്തി, എൻ്റെ തണ്ട് അല്ലെങ്കിൽ എൻ്റെ കാമത്ത് ഉയർത്താൻ എനിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഉയരം, എൻ്റെ ഈ തണ്ട് എനിക്ക് നിവർന്ന് നിൽക്കും. നഹവ ഇസ്റുഖാക്കിസമായി, ആകാശത്തിൻ്റെ നീലിമയോട്, മേഘത്തിൻ്റെ നീലിമയോട്
ഉയർന്നു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഞാനൊരു ഭൂമിയിൽ ഒട്ടിപ്പിടിച്ച ഒരു തരം താഴ്ന്ന ഒരു ചെടിയായി പോയല്ലോ എന്നർത്ഥം. എനിക്കതിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഉഹവ്വില വജിഹി, എൻ്റെ മുഖത്തെ തിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. നെഹവശംസി, സൂര്യൻ്റെ ഭാഗത്തേക്ക്. മിസ്ലമാ തഫ്അലുൽ വുറൂദ്, ഈ റോസാപ്പൂ ചെടികളൊക്കെ ചെയ്യുന്നത് പോലെ സൂര്യൻ്റെ ഭാഗത്തേക്ക് എൻ്റെ മുഖത്തെ തെറ്റിക്കാനോ ആകാശത്തിൻ്റെ നീലിമയോട് ഉയർന്നു നിൽക്കാനൊന്നും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ആ ബംഫസജത്ത് സങ്കടത്തോടു കൂടി പറയുകയാണ്. വസമിയത്തുൽ വർദ്ധത്തു മാ കാലത്ത് ജാറത്തു അൽ ബംഫസജ, ഈ ബംഫസജത്ത് അയൽവാസിയായിട്ടുള്ള ഈ ബംഫസജത്ത് പറയുന്ന കാര്യം ആ റോസാപ്പൂ ചെടി കേട്ടു. ഫഹ്തസത്ത്, അത് ആ ചെടി ലോഹിക്കത്തൻ പൊട്ടിച്ചിരിച്ചു കൊണ്ടുക്കുന്നു, കുലുങ്ങിച്ചിരിച്ചു എന്ന് പറയുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. സുമ്മ കാലത്ത് എന്നിട്ട് പറയണം, മാ ഔബാക്കി ബൈനൽ അസ്ഹാർ ഫഅൻതി ഫീ നിഅമത്തിൻ തജ്ഹലീന ഖീമതഹ. മാ ഔബാക്കി ബൈനൽ അസ്ഹാർ, പുഷ്പങ്ങളെ കൂട്ടത്തിൽ എന്തൊരു സ്റ്റുപ്പീഡ് പുഷ്പം, എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത് എന്നർത്ഥം. ഫഅൻതി, നീ, ബംഫസജത്തിനോട് വർദ്ധത്ത് പറയണം, നീ ഫി നിഅമത്തിൻ, നീ ഒരു അനുഗ്രഹത്തിലാണ്. തജ്ഹലീന ഖീമത, നിനക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ മൂല്യം അറിയില്ല. അങ്ങനത്തെ ഒരു അനുഗ്രഹത്തിലാണ് ഇനിയുള്ളത്. ഫഖദ് വഹബത്ത് കി ത്വബിയത്തു, പ്രകൃതി നിനക്ക് നൽകിയിരിക്കുന്നു. മിന ത്വയ്യിബി വൽ വൽ ജമാലി, നല്ല നന്മയും നല്ല സാഹചര്യവും നല്ല ഭംഗിയും എല്ലാം പ്രകൃതി നിനക്ക് നൽകിയിട്ടുണ്ടല്ലോ. മാലം തഹിബുഹു, അതിനെ നൽകിയിട്ടില്ല. കസീർ മിനർ റയ്യാഹീന, ധാരാളം ഈ ചെടികൾക്കും നൽകാത്ത ഒന്ന് നിനക്ക് നൽകിയിട്ടില്ലേ. ഫഹല്ലി അങ്കി ആദിഹിൽ മൊയൂലൽ ഔജ, അതുകൊണ്ട് ഫഹല്ലി അങ്കി, നീ ഒഴിവാക്കൂ. ആദിഹിൽ മൊയൂല, ഈ ഒരു താല്പര്യത്തെ നീ വിട്ടേക്കും, ഒഴിവാക്കും. അല്ല ഔജ, വളഞ്ഞ താല്പര്യം എന്ന് പറയല്ലോ, ഒരു ഉപകാരമില്ലാത്ത ഈ ഒരു താല്പര്യത്തെ നീ വിട്ടേക്കും, അത് ഒഴിവാക്കും. വല്ല അമാനിയ ശരീരത്തിൽ, ഈ മോശമായ നിൻ്റെ ഈ അംബീഷൻ, ഈ ആഗ്രഹത്തെ നീ ഒഴിവാക്കും. വല്ലിയെന്നറിയില്ല, അതൊക്കെ ഒഴിവാക്ക്. ഒക്കൂനി കനുവത്തനും, നീ ഒരു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടവനായി, തൃപ്തിപ്പെട്ടവനായി ജീവിക്കും. ബിമാ കുസ്സിമലയ്ക്ക്, നിനക്ക് വീതിച്ചു തന്ന ഒന്നുകൊണ്ട്, നിനക്ക് ദൈവം തന്ന ഒന്നുകൊണ്ട്, നിനക്ക് വിധിക്കപ്പെട്ട ഒന്നുകൊണ്ട് നീ തൃപ്തിപ്പെട്ടവനായി ജീവിക്കും. വാലമി, നീ മനസ്സിലാക്കൂ, അന്നമൻ ഹഫള ജനാഹു, എല്ലാവരുത്തനും അവൻ്റെ ചിറകുകൾ താഴ്ത്തിയാൽ യുർഫൗ ഖദറഹു, അവൻ്റെ ഖദർ അവൻ ഉയർത്തപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കൂ. അന്നമൻ തൊലബൽ മസീദ, എല്ലാവരുത്തനും കൂടുതലിനെ തേടിയാൽ, വലിയ ആളാവാൻ ആഗ്രഹിച്ചാൽ വഖാഫിൻ നുക്സാനി, അവൻ വീഴ്ചയിൽ അകപ്പെട്ടു പോകുമല്ലോ, അവന് ആ മസീദത്ത് കിട്ടുകയില്ലല്ലോ എന്നർത്ഥം. ഫാജാബത്തിൽ ബംഫസജത്ത് കായിലത്തൻ, ആ സമയത്ത് ബംഫസജത്ത് മറുപടി കൊടുക്കണം. അന്തി തോസീനി അയ്യത്തുൽ വർദ, റോസാപുഷ്പം, നീ എന്നെ ആശ്വസിപ്പിക്കുകയാണോ. ലിയന്നക്ക് ഹാസിലത്തുൻ അലാമാ തമന്നാവു, നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടിയണല്ലോ, എന്നിട്ട് എന്നെ നീ ആശ്വസിപ്പിക്കാൻ വരികയാണോ. തമുരിനി, നീ മറച്ചു വെക്കുകയാണോ, നീ മൂടി വെക്കുകയാണോ. ഹക്കാറത്തി, എൻ്റെ നിന്ദതയെ, വിലക്കമി, തന്ത്രപരമായിട്ട് എൻ്റെ നിന്ദതയെ നീ മൂടി വെക്കുകയാണോ. ലിയന്നക്ക് അലീമത്തുൻ, നിനക്ക് കിട്ടാതുള്ളതൊക്കെ കിട്ടിയല്ലോ, നീ വലിയ ആളാണല്ലോ. അപ്പോൾ നീ എൻ്റെ അക്കാരത്തിന് നീ അലീമായതുകൊണ്ട് എനിക്കും നിന്നെപ്പോലെ അലീമാവണം എന്നർത്ഥം. എന്നിട്ട് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. വമാ അമറ മവാഇല സുഅദാഇ ഫി ഖുലൂബി തുഅസ, പരാജിതരുടെ ഹൃദയങ്ങളിൽ വിജയികളുടെ ഉപദേശം എത്ര കയ്പുള്ളതാണ്. വമാ അഖ്സൽ ഖവിയു ഇദാ വഖഫ ഖതീബൻ ബൈനൽ ളുഅഫാഇ, ശക്തവാന് ദുർബലർക്കിടയിൽ പ്രാസംഗികനായി നിൽക്കുക എന്നത് എത്ര കഠിനമേറിയ വിഷയമാണ്. നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കിട്ടാളൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മളിങ്ങനെ ഉപദേശിക്കാൻ വരണ്ടെന്നൊക്കെ പറയുമല്ലോ, അതേമാതിരി. വസമിഅത്തി ത്വബിയ, ആ സമയത്ത് ഇവർക്കിടയിലുള്ള സംഭാഷണങ്ങൾ പ്രകൃതി കേൾക്കുകയാണ്. പ്രകൃതിയുടെ മറുപടി മറ്റു വരികയാണ്. വസമിഅത്തി ത്വബിയത്തു,
പ്രകൃതി കേട്ടു. മാതാറ ബൈനൽ വർദ്ധത്തിൽ ബംഫസജത്തി, വർദ്ധത്തിൻ്റെയും ബംഫസജത്തിൻ്റെയും ഇടയിൽ നടക്കുന്ന ഈ സംഭാഷണം പ്രകൃതി കേട്ടു. ഫഹ്തസജത്ത് മുസ്താരിബത്തൻ, അത് ഫഹ്തസജത്ത് അതൊന്ന് കുലുങ്ങി. മുസ്താരിബത്തൻ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ പറഞ്ഞല്ലോ സ്റ്റുപ്പീഡ്, ഈ ഒരു മണ്ടത്തരത്തിന് കാരണത്താൽ ഒന്ന് കുലുങ്ങിച്ചിരിച്ചു എന്നർത്ഥം. സുമ്മ റഫഅത്ത് സൗത്തഹ, പിന്നെ അത് അതിൻ്റെ ശബ്ദമുയർത്തി കായലത്തൻ പറഞ്ഞവനായി. മാതാ ജറ ലക്കിയ ഇബ്നത്തി അൽ ബംഫസ, എൻ്റെ മകൾ ബംഫസജ്, എന്താണ് നിനക്ക് പറ്റിയത്? കഥ അറഫ്തുക്കി ലത്തീഫത്ത ബി തവാലോയ്ക്ക്, കഥ അറഫ്തുക്കി ഞാൻ നിനക്ക് നിൻ്റെ പരിചയപ്പെടുത്തി തരാം, ലത്തീഫത്ത നിൻ്റെ മൃദുലതയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം, ബി തവാലോക്കി നിൻ്റെ വിനയം കൊണ്ട്. നിൻ്റെ നേച്ചർ ഒരു വിനയാനിതനായിട്ടുള്ള നേച്ചറാണ്, അത് നിനക്ക് ലത്തീഫത്താണ്. ഹസ്ബത്തൻ നീ ഒരു മധുരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും നിന്നെ വളരെ ഇഷ്ടമാണ്. ബിസ്യാരിക്ക് നിൻ്റെ ആ ഒരു ചെറുപ്പം കൊണ്ട്, നീ ഒരു ചെറിയ സസ്യല്ലേ, അതുകൊണ്ട് നീ സൃഷ്ടികൾക്കൊക്കെ പ്രിയങ്കരനാണ്, അത് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഷരീഫത്തൻ ബി മസ്കനത്തിക്ക, നിൻ്റെ താമസ സ്ഥലം കൊണ്ട് നീ ശ്രേഷ്ഠവാനാണ് എന്നതിനെയും ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഫഹൽ ഇസ്തഹവത്തിക്കിൽ മത്തോമിയൽ കബീഹ, നീ വളരെ മോശമായിട്ടുള്ള കബീഹായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളെ കൊണ്ട് നിന്നെ നശിപ്പിക്കുകയാണോ? ഫഹലിസ്തഹവത്തിക്കേറെ നീ കൊതിക്കുകയാണോ, നീ ആഗ്രഹിക്കുകയാണോ? അൽ മത്താമിയൽ കബീഹ, വളരെ മോശമായ ആഗ്രഹങ്ങൾ നീ ആഗ്രഹിക്കുകയാണോ? കബീഹായ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുകയാണോ? അം സലബത്ത് അഖലിക്കൽ അലമത്തുൽ ഫാരിയ, നിൻ്റെ ബുദ്ധി ഒരു ഒന്നിനും പറ്റാത്ത അലമത്തിനെ തേടുകയാണോ? സലബാന കാരണം മോഷ്ടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഒന്നിനും പറ്റാത്ത ഫാരിയായ ഒരു അലമത്തിനെയാണോ നിൻ്റെ ബുദ്ധി തേടുന്നത്, മോഷ്ടിക്കുന്നത്? അഥവാ അനാവശ്യമായിട്ടുള്ള അത്യാഗ്രഹമാണ് എന്നർത്ഥം. ഫഅജാബത്തിൽ ബംഫസജത്തു ബി സൗത്തിൻ മിൽ ഉഹു തവസ്സുൽ വൽ ഇസ്തിഗ്താഫി. ഫഅജാബത്തിൽ ബംഫസജത്തു, ആ സമയത്ത് ബംഫസജത്ത് മറുപടി കൊടുത്തു. ബി സൗത്തിൻ, ഒരു ശബ്ദത്തോടുകൂടി. മിൽ ഉഹു, അത് നിറഞ്ഞു നിൽക്കുന്നു. ആ തവസ്സുലു വൽ ഇസ്തിഗ്താഫി, ഒരു അപേക്ഷയും അനുകമ്പയും നിറഞ്ഞ, വളരെ ദയയോടുകൂടി യാചിക്കാനൊക്കെ പറയല്ലോ, അങ്ങനെ വളരെ ദയയോടുകൂടി ദയ നിറഞ്ഞ ശബ്ദത്തിൽ ബംഫസജത്ത് മറുപടി കൊടുക്കണം. അയ്യത്തുഹൽ ഉമ്മുൽ അലീമ ബിജബറോത്തിഹ, മാതാവേ, പ്രകൃതിയെ അഭിസംബോധന ചെയ്യാണ് മാതാവേ എന്ന് വിളിച്ചിട്ട്. അലീമായ മാതാവേ, ബിജബറോത്തിഹ, അലീമ എന്ന് അതിന് വിശേഷണം കൊടുക്കാൻ കാരണം അതിൻ്റെ ജബറൂത്ത് എന്ന് പറഞ്ഞാൽ വീറ്റോ അല്ലേ, അങ്ങനെ പലതിനും സമ്മതം കൂടാതെ ചില ക്രിയവിക്രയങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ പ്രകൃതിക്ക്, അതുകൊണ്ടാണ് അങ്ങനെ ജബറൂത്ത് എന്ന് കൊടുത്തത്. അങ്ങനെ ജബറൂത്ത് കാരണത്താൽ അലീമായിട്ടുള്ള മാതാവേ, അൽഹായിലത്തു ബിഹനാനിഹ, അൽഹായിലത്തർ കബീറത്ത്, കബീറായ മാതാവേ എന്നർത്ഥം. ബിഹനാനിഹ, കബീറത്ത് എന്നതിന് വിശേഷണം കൊടുക്കാൻ കാരണം ബിഹനാനിഹ, അത് നല്ല വാത്സല്യം, പ്രകൃതി നമുക്ക് ഒരുപാട് നന്മകൾ നൽകുന്നുണ്ടല്ലോ, അത് കാരണത്താലാണ് അങ്ങനെ നൽകുന്നത്. ഹനാനി പറഞ്ഞാൽ വാത്സല്യം, പ്രകൃതി ഒരുപാട് നമുക്ക് സംഭവങ്ങൾ പല ഇത് നൽകുന്നുണ്ട്, റിസ്കുകളൊക്കെ, അതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അങ്ങനത്തെ മാതാവേ, അല്ലറൗ ഇലൈക്കി ബികുല്ലി മാഫി കൽബി മിനത്തവസ്സുലി, എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാത്തിനെയും കൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നിന്നോട് ആവശ്യപ്പെടുന്നു. മിനത്തവസ്സുലി, എന്തിനാലേ എൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു അപേക്ഷ നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഒമാഫി റൂഹി മിനർ റജായി, എൻ്റെ ആത്മാവിലുള്ള എല്ലാം കൊണ്ടും, എൻ്റെ ഹൃദയത്തിലും എൻ്റെ ആത്മാവിലൊക്കെ ഉള്ള മിനർ റജായിനറ പ്രതീക്ഷയാൽ അതിനെല്ലാം കൊണ്ടും ഞാൻ നിന്നോട്
എല്ലാതും സത്യം ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയാം. സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. അന്തുജീബി തൊലബി, എൻ്റെ അപേക്ഷക്ക് എനിക്ക് മറുപടി തരണം. വത്തജാലിനി, എന്നെ നീ ആക്കണം വറദത്തൻ, ഒരു റോസാപ്പൂ ആക്കണം എന്നെ. വലവ് യോമൻ വാഹിദൻ, അതൊരു ദിവസമായാലും ശരി എനിക്ക് എൻ്റെ ഈ ആഗ്രഹം എനിക്ക് നടപ്പിലാക്കി തരണം. അപ്പോൾ കാലത്ത് തൊബിയ, ആ സമയത്ത് പ്രകൃതി പറയണം, അന്തിലാ തെതിരീന മാത്തത്തുലുബീൻ, നീ ആവശ്യപ്പെടുന്ന ഒന്ന് നിനക്കെന്താണെന്ന് നിനക്കറിയില്ല. വലാ തഅലമീന, നിനക്കറിയുകയില്ല മാ വറ അൽ അലമത്തുൽ ലോഹിറ, ലോഹിറായ പ്രകടമായ മഹത്വങ്ങൾക്ക് പിന്നിലുള്ള ഒന്നിനെ നിനക്കറിയുകയില്ല. മിനൽ ബലായൽ ഖഫിയ, അവ്യക്തമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രകടമായ അലമത്തിൻ്റെ പിന്നിലുണ്ട്, അത് നിനക്കറിയുകയില്ല. അഥവാ കാഴ്ചക്ക് നമുക്ക് വലിയതാണൊക്കെ തോന്നും, പക്ഷേ അവർ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ടാവുന്നു, അതൊന്നും നിനക്കറിയുകയില്ല. ഫൈദ റഫഅത്തു കാമത്തിക്ക, ഞാൻ നിൻ്റെ ഉയരം ഉയർത്തിയാൽ, നിൻ്റെ കാമത്തിനെ ഉയർത്തിയാൽ, നിൻ്റെ സ്ഥാനത്തെ ഞാൻ ഉയർത്തിയാൽ, വബദൽത്തു സൂറത്തക്കി, നിൻ്റെ രൂപത്തെ ഞാൻ ചേഞ്ചാക്കിയാൽ, ജാൽത്തുക്കി വർദ്ധത്തൻ, ഞാൻ നിന്നെ ഒരു റോസാപ്പൂവാക്കിയാൽ, തന്തമീന, നീ ഖേദിക്കേണ്ടി വരും. ഹീനലായം ഫൗന്നതം, ആ ഖേദം കൊണ്ട് പിന്നെ ഒരു ഉപകാരം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഖേദം പിന്നീട് നീ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് നീ തേടുന്നത് എന്താണെന്നറിയില്ല, അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് എന്നർത്ഥം. ഫക്കാലത്തുൽ ബംഫസജ, ആ സമയത്ത് ബംഫസജ പറയണം, ഹവ്വിലി കിയാനിയൽ ബംഫസജി, എൻ്റെ ഈ ബംഫസജ്, എൻ്റെ ഈ അസ്തിത്വം, കിയാനറ, എൻ്റെ ഈ അസ്തിത്വം എനിക്ക് ചെയ്തു തരണം. ഇലാ വറദത്തിൻ മദീദത്തിൻ, നീണ്ട നല്ല ഉയരമുള്ള തല ഉയർത്തി നിൽക്കുന്ന, കാമത്തിൻ മർഫുവത്തിൻ റസ്, തല ഉയർത്തി നിൽക്കുന്ന ഒരു പുഷ്പമാക്കി എന്നെ മാറ്റിത്തരണമേ. വമഹ്മാ യഹില്ലു ബി ബാദദാലിക, അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും, യക്കുൻ മിൻ സുൻഇ റആയിബി വമതാമി, അത് എൻ്റെ കൊതിയുടെയും എൻ്റെ ആഗ്രഹത്തിൻ്റെയും ഫലമായിരിക്കും. അതുകൊണ്ട് എങ്ങനെ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്കെന്ത് ചെയ്യണം, എന്നെ ഒരു വർദ്ധത്താക്കി മാറ്റിത്തരണം എന്ന് പ്രകൃതിയോട് ബംഫസജത്ത് ആവശ്യപ്പെടുന്നു. ഫക്കാലത്ത് തൊബിയ, ആ സമയത്ത് പ്രകൃതി പറയണം, ലഖദ് അജബ്തു ത്വലബകി അയ്യത്തുഹൽ ബംഫസജത്തുൽ ജാഹിലത്തുൽ മുതമർരിദ, ലഖദ് അജബ്തു, ഞാൻ നിനക്ക് മറുപടി തരുന്നു, ത്വലബക്കി, നിൻ്റെ അപേക്ഷയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അയ്യത്തുഹൽ ബംഫസജ, ഓ ബംഫസജ, അൽ ജാഹില, വിഡ്ഢിയായിട്ടുള്ള, മുതമർരിദത്തെ, വികൃതി ആയിട്ടുള്ള, ജാഹിലത്തായിട്ടുള്ള ബംഫസജത്തെ, നിൻ്റെ അപേക്ഷയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വലാക്കിനെങ്കിലും ഇതാ ദാഹമത്തക്കിൽ മസായിബി, നിനക്കെങ്ങാനും വല്ല മുസീബത്തുകളും സംഭവിച്ചാൽ, വൽ മസായിബി, വല്ല കെടുതികളും നിനക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഫൽതക്കുൻ ഷക്വാക്കി മിൻ നഫ്സിക്ക്, നിൻ്റെ ആവലാതി, നിൻ്റെ പരാതിയെ നീ സ്വശരീരത്തിന് തന്നെ നീ പരാതിപ്പെടുക. നിൻ്റെ നീ തന്നെ ചെയ്തതാണെന്ന് നോക്കുക എന്ന്. ഫൽതക്കുൻ ഷക്വാക്കി, നിൻ്റെ പരാതിയെ നീ ആക്കണം, മിൻ നഫ്സിക്ക്, നിൻ്റെ നഫ്സിൽ നിന്നുള്ളത് തന്നെ ആക്കി മാറ്റുക. ഓ മദ്ദത്തി തൊബിയത്തു അസാബിയത്ത് അൽ ഹഫിയ സിഹിരിയ, അങ്ങനെ പ്രകൃതി അതിൻ്റെ ആ സിഹിരിയായിട്ട്, മാജിക് ആയിട്ടുള്ള, ഹഫിയായിട്ടുള്ള അതിൻ്റെ വിരലുകൾ നീട്ടി, അതിൻ്റെ കയ്യിനെ നീട്ടി, എന്നിട്ട് വലമസ്തു, എന്നിട്ട് ആ പ്രകൃതി സ്പർശിച്ചു, ഉറൂക്കൽ ബംഫസജത്തിൻ്റെ വേരുകൾ സ്പർശിച്ചു. ഫതഹവലത്ത് ബിലഹലത്തിൻ വാഹിദ, ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ആ ബംഫസജത്ത് ചേഞ്ചായി. ഇലാ വറദത്തിൻ സാഹിയത്തിൻ, നല്ല ഒരു റോസാപ്പൂവായി, പ്രകാശിക്കുന്ന ഒരു റോസാപ്പൂവിലേക്ക് ബംഫസജത്ത് രൂപാന്തരപ്പെട്ടു. മുത്തആലിയത്തിന്, ഉയർന്നു നിൽക്കുന്ന, ഫൗക്കൽ അസ്ഹാരി വറയ്യാഹീന, മറ്റു പുഷ്പങ്ങളെക്കാളും മറ്റു ചെടികളെക്കാളും മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു റോസാപ്പൂവായിട്ട് രൂപാന്തരപ്പെട്ടു.